ബഹുമാനായ അധ്യക്ഷൻ, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രസിഡന്റ് പി പ്രകാശ്, ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ മേയർ എം അനിൽകുമാർ, മുഖ്യ പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സിബി സാർ, പ്രിയപ്പെട്ട വിജയേട്ടൻ, വേണു ബി നായർ, ജോർജ് സാർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, സത്യം പറയുകയാണെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, സത്യത്തിൽ ഒരു വർഷം കൂടിയും നെയ്ത്തുകാരനെ സംബന്ധിച്ച് ഒരു വർഷം കൂടിയുണ്ട്, 2 മാസം കൂടി ഉണ്ട് വേണമെങ്കിൽ 25 സിനിമയുടെ ഒരു വർഷമാവാൻ വേണ്ടിയിട്ട്. പക്ഷെ സിനിമയിലേക്ക് ഞാൻ സിനിമ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് പോകുമ്പോൾ നമ്മളെ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്തൊന്നും ചേരാനുള്ളൊരു വിദ്യാഭ്യാസ യോഗ്യത എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സിനിമ നാടകത്തിൻ്റെ ഒരു ഭൂമികയാണ്. നമ്മൾ നാടകം കളിക്കുന്നു, അത് വളരെ സിൻസിയറായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യത്തിലേക്ക് വരുന്നു. അത് കഴിയുമ്പോഴാണ്, നമ്മൾ കുറേ കഴിയുമ്പോഴാണ്, ഇപ്പോൾ ശശിയേട്ടനുണ്ട്, എൻ്റെ നാടകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ശശിധരൻ നടുവിൽ ഇവിടെ ഉണ്ട്, അപ്രതീക്ഷിതമാണ് ഞാനിങ്ങനെ ഇവിടെ വരുന്നത്. അപ്പോൾ അതിന് കുറേ കഴിയുമ്പോൾ എന്താ വെച്ചാൽ, ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരാശയത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു സംവിധായകൻ പറയുന്നു എന്നുള്ളതാണ്. ഒരു ആശയത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഒരുപക്ഷെ എൻ്റെ നെയ്ത്തുകാരൻ പോലുള്ളൊരു സിനിമയിലേക്ക് വരാം, അല്ലെങ്കിൽ സിനിമ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ KR മോഹനൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് പോവുകയും ചോദിക്കുകയും ചെയ്തപ്പോൾ നാടകക്കാരോട് എന്തോ ഒരു ഭയങ്കര ബഹുമാനമുണ്ട്, പിന്നെ ജോയ്സ് ചെർമലിനോട് ഉള്ളൊരു ബഹുമാനമുണ്ട്, പിന്നെ ചെയ്ത നാടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ 3 സിനിമയും ഇതുവരെ വെളിച്ചം കാണാത്ത സിനിമകളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ കൂടെ നിന്നിട്ട് സിനിമ പഠിച്ചിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് ആളുടെ ആദ്യത്തെ ചോദ്യം എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും ഞാൻ പഠിച്ച തൊഴിലാണ്, ഞങ്ങളുടെ നാട്ടിലെ എല്ലാ മനുഷ്യരും സ്വർണ്ണപ്പണിക്കാരാണ്. അതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നത് കൊടുവള്ളിയിലാണ്. നമ്മൾ അത്രയും നാടകം കളിക്കുന്നു, നാടകം കളിച്ചാൽ കടം വരുന്നു. അപ്പോൾ അങ്ങനെ പൊളിഞ്ഞ് പാപ്പരായിട്ട് നാട് വിട്ട് പോയതാണ്. ഇനി നാടകമൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് കൊടുവള്ളിയിൽ പോയതാണ്. അപ്പോൾ അത്യാവശ്യം അവിടെയൊക്കെ പോയി കടം വീട്ടിപ്പോൾ ഒരു തോന്നൽ വന്നു, സിനിമ പഠിച്ചാൽ എന്താണെന്ന്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞാൽ, ഞാൻ ഇനി 1-ാം ക്ലാസ്സിൽ പഠിക്കാൻ പോവാണ്, വലിയ ശമ്പളമൊന്നും ഉണ്ടാവാനൊന്നും പോകണില്ല, കാരണം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പൈസയൊന്നും കിട്ടില്ല. അങ്ങനെയാണ് മോഹനൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ മോഹനേട്ടൻ പറഞ്ഞത് ഇതാണ്. പക്ഷെ നമ്മൾ കണ്ടിടത്തോളം സിനിമ ഞാൻ കാണുമ്പോഴും ഇത് ചെയ്യുമ്പോഴും നമ്മൾ എല്ലാ തരം വരുന്ന സിനിമകളെയും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അത് വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ്. ആ കാലത്തും ഇക്കാലത്തും ബഹുമാനിക്കുന്ന ഒരാളാണ് സിബി സാർ എന്ന് പറയുന്നത്. ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സതയം എന്ന് പറയുന്നൊരു സിനിമയൊക്കെ നമ്മുടെ അകം കീറി മുറിക്കുന്ന സിനിമകളാണ്. അതൊരു പക്ഷേ മുഴുവൻ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, അവരുടെ ടേസ്റ്റുകളെ നിയന്ത്രിക്കണമെന്നും ഒരു നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ഈ തള്ളിക്കളഞ്ഞു പോകുന്ന മനുഷ്യരുടെ ഒരുപാട് സിനിമകൾ, പിന്നെ ഞാനും ജയൻ്റെയും സുകുമാരൻ്റെയും ഒക്കെ ആരാധകനാണ്, ഇടികളാണ്. ഇവർ തമ്മിൽ ശത്രുക്കളായാൽ എനിക്ക് ആ സിനിമ എങ്ങനെ കണ്ടെടുക്കാമെന്ന് അറിയില്ല, അത്ര നെഞ്ചെടുപ്പോടെ കണ്ടിരുന്ന ആളാണ്. കോലങ്ങളാണ് എന്നെ മാറ്റിയത്. ഞാനത് ജോർസനോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കാണാത്തൊരു ജീവിതം, നമ്മൾ സത്യസന്ധമായിട്ട് സമീപിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ പരിസരം അവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗികളോ പകിട്ടുകളോ ഒന്നും എന്നെ ബാധിക്കാറില്ല. ഞാനങ്ങനെ ഇത് ചെയ്യാറില്ല. ഞാൻ അങ്ങനെ സിനിമകളെ തേടി പോകാനാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് സിനിമയിലേക്ക് വന്നപ്പോഴും ഞാനൊരു വലിയ പണക്കാരനാവണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിട്ടില്ല. സിനിമ ചെയ്യണം, അത് പരമാവധി അത്യാവശ്യം കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നേ വരെ നമുക്ക് പരിപൂർണമായ എല്ലാ ടെക്നിക്കൽ സൗകര്യത്തോടു കൂടിയിട്ടൊരു സിനിമ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, ഒരു കാരണവശാലും പറ്റിയിട്ടില്ല. സാറ് പറഞ്ഞ വളരെ സത്യമാണ്, സമരമാണ്. നെയ്ത്തുകാരൻ എന്ന് പറയുന്നൊരു സിനിമ ചെയ്യുന്ന തലേ ദിവസമാണ് പ്രൊഡ്യൂസർ പോകുന്നത്. അതിൽ പറയുന്നത്, ആ സിനിമ ഞാൻ ഉണ്ടാക്കാൻ കാരണം കണ്ണൂർ പോയിട്ടാണ്. കണ്ണൂർ ആണ് എൻ്റെ നാടക പ്രവർത്തനങ്ങൾ കുറേ കാലം, ബാബു അന്നൂർ അങ്ങനെയുള്ള ആളുകളുടെ കൂടെയുള്ള നാടക പ്രവർത്തനമാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കാണുന്ന മനുഷ്യരെക്കാളും അവിടെ കാണുന്ന മനുഷ്യർക്കൊക്കെ വളരെയേറെ രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ ഒക്കെയുള്ള വളരെ വ്യത്യാസങ്ങളുണ്ട്. കാഴ്ചയുടെ കാര്യത്തിലുണ്ട്, നാടകത്തിൻ്റെ കാര്യത്തിലുണ്ട്, എല്ലാ കാര്യത്തിലുണ്ട്.
അവിടെ നിന്നാണ് നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്നത്. സുബ്രഹ്മണ്യ ഷേണായനെ കണ്ടുമുട്ടുന്നത്, ആളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, മോഹനൻ്റെ കൂടെ പോയിട്ട് നായനാരെ കാണുന്നത്, നായനാരുടെ കഥയുടെ കൂടെ നിൽക്കുന്നത്, കയ്യൂര് പോകുന്നത്, ഇങ്ങനെയൊക്കെ ഓരോ വില്ലേജുകളിലും നമ്മൾ താമസിക്കുകയാണ്. അതുകൊണ്ട് അപ്പമേസ്ത്രി നമ്മുടെ ഉള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ വരികയാണ്, അവരുടെ ചലനങ്ങൾ വരികയാണ്, ആളുകൾ വരികയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് വന്നപ്പോൾ പ്രൊഡ്യൂസർ പറയുന്നത്, ഇങ്ങനെ പടത്തിൽ ഈ കഥയിൽ മുരളിയേട്ടന് വിജയരാഘവൻ്റെ കഥാപാത്രത്തിന് ഒരു മോള് കൂടി വേണം. അത് കഴിഞ്ഞ് സിനിമ അവസാനിപ്പിക്കുമ്പോൾ ഈ കയ്യിൽ ചെങ്കൊടി കൊടുത്തിട്ട് ഇനിയാണ് നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം പോലെ സിനിമ ആണ്. അപ്പം ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല, ഈ എഴുതി വെച്ചിരുന്ന ഒരു കാരണവശാലും ഞാൻ ചെയ്യില്ല. അപ്പോൾ അത് ഭയങ്കര സമ്മേളനമൊക്കെ ചേർന്ന പോലെ ഭയങ്കര മീറ്റിങ്ങൊക്കെ ആയിട്ട് പറഞ്ഞു, ലോക സിനിമയിൽ കോംപ്രമൈസ് ഉണ്ടായിട്ടുണ്ട്, നിനക്കെന്താ കോംപ്രമൈസ് ചെയ്തത്? ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതം തിരഞ്ഞെടുക്കുന്നത് ഞാനല്ലേ. അപ്പം സത്യത്തിൽ എനിക്ക് കിടക്കാൻ വീട് പോലും ഇല്ല ആ സമയത്ത്. അപ്പോൾ ശരിക്കും കോംപ്രമൈസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അത് നടക്കണ കേസല്ല. ഞാൻ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. രണ്ടാമത്തെ സിനിമ തൊട്ട് വേണമെങ്കിൽ നമുക്ക് കോംപ്രമൈസ് തുടങ്ങാം. ആദ്യത്തെ സിനിമയിൽ യാതൊരു കോംപ്രമൈസ് ഇല്ല. ഇയാൾ എന്നെ പറ്റിച്ചു. ഇയാൾ പിന്നെ ശരി എന്നൊക്കെ പറഞ്ഞ് അയാൾ പോയി. എനിക്ക് അത്യാവശ്യം അന്നത്തെ കാലത്ത് ഒരു 50,000 രൂപ അഡ്വാൻസൊക്കെ തന്നു. സിനിമ തുടങ്ങാൻ കെ.ആർ. മോഹനേട്ടൻ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ കണ്ണൻ എന്ന് പറയുന്ന ക്യാമറമാൻ്റെ കയ്യിൽ 4 റോള് ഫിലിമുണ്ട്. മോഹനേട്ടൻ കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലൊക്കെ ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് യൂണിറ്റൊക്കെ വന്നു, കാര്യങ്ങൾ വന്നു. മുരളിയേട്ടൻ്റെ അടുത്തേക്ക് പോയി. മുരളിയേട്ടനോട് തന്നെ ആദ്യം പറഞ്ഞപ്പോൾ കഥ പറയാനൊന്നും എനിക്കറിയില്ല, അന്നും അറിയില്ല ഇന്നും അറിയില്ല. അപ്പോൾ മുരളിയേട്ടനോട് ചെന്ന് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. വി.കെ. ജോസഫ് കൂടെ നടന്നു. ഞാൻ ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കേട്ടുള്ളത് സംഭവിച്ചു. ഇവിടെ വന്ന് മുരളിയേട്ടൻ വന്നു, 11 മണിയായിട്ടും പ്രൊഡ്യൂസർ വരുന്നില്ല. എല്ലാവരും വന്നു. 11 മണിയായിട്ടും പ്രൊഡ്യൂസറില്ല. മുരളിയേട്ടൻ്റെ തലയൊക്കെ മുണ്ടനം ചെയ്തു ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ പുറത്ത്. എന്ത് ചെയ്യുന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. ആ കാലത്ത് മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്താണ്. ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു വലിയ അൽക്കട്ടിലുണ്ട്. അവ വെച്ച് നിൽക്കുമ്പോൾ സ്വിച്ച് ഓണിൻ്റെ മുമ്പായിട്ടൊക്കെ ഉള്ളൊരു വർത്തമാനമാണ്, നീയേ ഞാൻ പറയുന്നൊന്നും കേൾക്കണല്ലോ, ഞാനൊക്കെ ഇവിടെ ഗൾഫിൽ ഭയങ്കര സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്, എൻ്റെ ഇതൊന്നും അത് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ നീ എങ്ങനെയെങ്കിലും പോയിട്ട് പണം പഠിത്തരാ, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഉണ്ടാവില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഒരവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നമായിട്ട് വന്നത്. പക്ഷെ എൻ്റെ കയ്യിൽ ആ റോളുണ്ടായിരുന്നു, ഫിലിം ഉണ്ടായിരുന്നു. നമ്മൾ കാര്യം അന്നത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞു, നമ്മൾ പാക്കപ്പ് പറഞ്ഞു. സെക്കൻഡ് ഡേ ഇല്ല, ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്? എന്ത് ചെയ്യും? ചിത്രാഞ്ജലിൽ പൈസ കൊടുക്കണം, അവിടെ പൈസ കൊടുക്കണം, ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യണം, മുരളിയേട്ടൻ അത് ചെയ്യണം, എന്ത് ചെയ്യും? ഒരു പിടുത്തമില്ല. ആകെ ഉണ്ടായിരുന്നൊരു സംഭവമാണ്. പിന്നെ ഭാഗ്യത്തിന് ഒരു സുഹൃത്ത് പിറ്റേ ദിവസം പോയിട്ട് കടം ചോദിച്ചപ്പോൾ ഒരു 75,000 രൂപ വന്നു. അതൊന്നും ചെന്ന് രാമനിലയത്തിൽ ചെന്ന് മുരളിയേട്ടനോട് പറഞ്ഞു. ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് ഈ സിനിമയിൽ അയാൾ എന്നെ പറ്റിച്ചതാണ്. മുരളിയേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എന്ത് തന്നെയായാലും കുഴപ്പമില്ല, നാടൻ കളിച്ചിട്ടുള്ളൊരു ഊർജ്ജമുണ്ട്, മനുഷ്യരായിട്ടുള്ള ബന്ധമുണ്ട്, ഞാനീ പടം ചെയ്യും, ഒപ്പം ഉണ്ടാവുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയില്ല, മുരളിയേട്ടൻ ഒപ്പം നിന്നു. അതാണ് മുരളി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനൊപ്പം നിന്നില്ലായിരുന്നെങ്കിൽ പിന്നെ ഈ സിനിമയില്ല, പ്രിയന്തനില്ല, ഈ ആദരവില്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടകം, കല, തിയേറ്റർ, പൊളിറ്റിക്സ്, രാഷ്ട്രീയ പ്രവർത്തനം, ഇങ്ങനെ നമ്മൾ മണ്ണിലിറങ്ങി നടന്നതിൻ്റെ പുറത്ത് ഒരുപാട് സുഹൃത്തുക്കൾ വന്ന് പൂരിപ്പിച്ചുണ്ടായതാണ്. അല്ലാതെ ഞാൻ അത്ഭുതം കൊണ്ടുണ്ടായതല്ല. സുഹൃത്തുക്കളാണ് എൻ്റെ കൂടെ വന്ന് ഇങ്ങനെ എന്നെ അറിയാതെ ഞങ്ങൾ അധികമൊന്നും സംസാരിക്കാതെ മെട്രോ വില്ലേജ് സൊസൈറ്റിയും ചങ്ങമ്പുഴ പാർക്കൊക്കെ ചേർത്ത് പിടിച്ച പോലെ ആ ഒരു ഇച്ഛാശക്തിയിലേക്ക് വന്നുപോയ ഒരു മനുഷ്യരാണ്. അങ്ങനെയാണ് എൻ്റെ സിനിമകൾ അങ്ങനെയാണ് സംഭവിച്ചത്. രണ്ടാമത്തെ സിനിമ അതിലും വലിയ ദുരന്തമായി. ഞാൻ MTയുടെ ഒരു കഥാപാത്രത്തെ എടുക്കുന്നു, ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെ എടുക്കുന്നു, നമ്മളത് മന്ദാര പോവല്ല എന്ന് പറയുന്നൊരു പടം വരുന്നു. 6 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അതിൽ പൃഥ്വിരാജും കാവ്യമാധവും ജീവിച്ചിരിക്കുന്ന ഒരു തരത്തിലുള്ള ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ വളരെ വ്യത്യസ്തമായ ഒരു പ്രണയ കഥയൊക്കെ വരുന്നു. അതിൽ വിനയൻ്റെ പടത്തിൽ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് പൃഥ്വിരാജിനെ വിലക്കി അയാൾ കരാറിട്ട് 5 പടത്തിൽ അഭിനയിക്കാൻ പാടില്ല. ഇത് എന്ത് നീതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
എൻ്റെ ജീവിതം അത് കഴിഞ്ഞ് 2-3 വർഷം പോയി നമ്മളിത് ചെയ്തിരുന്ന ഒരു കാലത്ത് ഇവിടുത്തെ സിനിമാ സംഘടനയാണ് ഇപ്പോൾ ഉള്ള കാര്യം പറയണത്. സിനിമാ സംഘടന വിലക്കിക്കളഞ്ഞു പാടില്ല. ഞാനൊക്കെ അനുഭവിച്ച സങ്കടങ്ങൾ, ധർമ്മ സങ്കടങ്ങൾ എന്താണ്? അതിനോടെ പരുക്ക്, ഒരാളോടുള്ള വൈരാഗ്യം കൊണ്ട് എത്ര രീതിയിലാണ് പരുക്ക് പറ്റുന്നത്. നമുക്ക് നെയ്ത്തുകാരന് ഇത് കിട്ടുമ്പോൾ ഓരോ കമ്പിക്കാരനും കടക്കാരനാണ്, ഓരോ സ്ഥലത്തും കടമാണ് നമ്മൾക്ക്. ഒരാൾക്ക് 500, 1000, ഒരാൾക്ക് മാത്രമാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും മാപ്പ് പറഞ്ഞു കിടന്നു. എല്ലാവർക്കും കടമാണ്. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ശ്രീകുമാർ കൊണ്ടുപോകണം, അപ്പുറത്ത് ഇവർ കൊണ്ടുപോകണം, അവർ നമുക്ക് തരുന്ന 5000 രൂപ വെച്ചിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ പാരലൈതൊക്കെ പോണ്, കടം വീട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനു വേണ്ടി വിശ്വസിച്ചിറങ്ങിയ ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ സൗകര്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല. പത്രത്തിൽ വലിയ ഫോട്ടോസ് സംഭവങ്ങൾ മാത്രമല്ല. ആ സമയത്താണ് നമ്മളെ ഒറ്റടി നമ്മുടെ വിലക്കാണ്. ഒരു വഴിയില്ല, ജീവിക്കാൻ എന്ത് ചെയ്യുന്നതാണ്. കുറേ സമയത്ത് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാൻ വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെങ്ങനെയാണ് നീ പ്രശസ്തനായി പോയില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നു? ആളുകളോട് ഗൾഫിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞു, ബാറിൽ നിന്ന് നിർത്താൻ പറ്റുമോ? നീ ആകത്തില്ല. നമ്മൾ പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു വിളി വരികയാണ്. ബിജുവേട്ടൻ വന്നിട്ട് പറയണം, എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറ്റിയെന്ന്. ഇനി എന്താ പരിപാടി? എന്ത് പരിപാടി? ഇങ്ങനെ പോകണം. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ വിജയേട്ടൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 10-30 ലക്ഷം ഉറുപ്പിക. ഒരു വലിയ പണക്കാരനൊന്നുമല്ല, അവിടെ നാട്ടിലുള്ള ആളാണ്, ഇതൊക്കെയാണ്, വലിയ കോടീശ്വരനൊന്നുമല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഒരു 30 ലക്ഷം രൂപയുണ്ട്, നിനക്ക് കിട്ടുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പടം ചെയ്തോ, നിനക്ക് എന്താണെന്നറിയില്ല, കിട്ടിയാൽ നമുക്ക് അടുത്ത പടം ചെയ്യാം, ഇല്ലെങ്കിൽ പോട്ടെന്ന് വെച്ചാൽ ആ ധൈര്യമുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യം ആണ് നമ്മളെ മറ്റൊരു തെരഞ്ഞെടുപ്പിന് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ സമയത്തോളം മിത്തിലൊരു കഥ പറയുന്നുണ്ട്. പുലിജന്മം പോലെ ഒരു സ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ നമ്മൾ മിത്ത് ഇതുണ്ട്. ആ മിത്തിൽ ഒരു കാലം കഴിഞ്ഞാൽ ബ്രാഹ്മണിക്കലായിട്ടുള്ള സ്വഭാവം, കൂട്ടിച്ചേർച്ചലുകൾ വരുന്നുണ്ട്. ഇതിനിടയിൽ അങ്ങനെ തോറ്റു പോകുന്ന കുറേ മനുഷ്യരുണ്ട്. ഒരു ദളിതനായതുകൊണ്ട് ഇന്നും എന്നായാലും നമ്മളെത്ര കഴിവുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പുറത്തൊരു ബ്രാഹ്മണ്യക്കിൽ വന്ന് കയറിപ്പോകുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തോറ്റു പോകുന്ന മനുഷ്യർ. അപ്പം എന്നെ സംബന്ധിച്ചോളം നമ്മുടെ സംഘർഷങ്ങൾ, എല്ലാ സംഘർഷങ്ങളും അങ്ങനെ നമ്മളിലേക്ക് പ്രകാശനെയും കാര്യവിരുകളൊക്കെ പ്രകാശം ചെയ്യുകയാണ് നമ്മൾ വായിച്ചെടുത്ത്. അപ്പം ഇങ്ങനെ നമ്മുടെ ഒരു വായനയൊക്കെ അങ്ങനെ വരുന്നത്. ഞാൻ എത്രയും മുമ്പ് കണ്ടിട്ടുള്ള നാടകമാണ്. പക്ഷെ എനിക്ക് അന്നൊന്നും ഈ കാര്യഗുരുക്കളുടെ ഈ അലർച്ച എന്നുള്ളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെ തോൽപ്പിച്ച്, ഒരു കുറ്റം ചെയ്യാതെ നമ്മളെ തോൽപ്പിച്ച് നമ്മുടെ അധ്വാനത്തൊക്കെ ഇങ്ങനെ കളഞ്ഞ സമയത്ത് നമ്മൾ ആ ഒരു ഭ്രാന്ത് നമ്മളിലേക്ക് അങ്ങനെ വരികയാണ്. ആ സിനിമയും കഴിഞ്ഞു. ഇവിടെ സ്റ്റേറ്റിൽ ചേട്ടന് ഷാക്കാക്ക് മികച്ച മേക്കപ്പിനുള്ള അവാർഡ്, വേറെ ഒന്നുമില്ല. എന്ത് ചെയ്യുന്നുള്ള പിന്നെയും പെട്ടു, എന്ത് ചെയ്യും. പിന്നെ ഈ 2006 അവാർഡ് പ്രഖ്യാപിക്കുന്നത് 2008. അപ്പോൾ ഈ അവാർഡ് കിട്ടി എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മളിലുണ്ട്. എവിടെ ചെന്നാലും നമ്മൾ വലിയ ആളുകളാണ്, ഇതിൽ കിട്ടിയിട്ടുണ്ട്. പത്രത്തിലൊക്കെ ആണെങ്കിൽ എനിക്ക് കിട്ടിയത്ര കവറേജ് ഒരു ഡയറക്ടർക്ക് കിട്ടിയിട്ടില്ലാണ് ആദ്യം എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു, ഇത് വരുന്നു, ഇതൊക്കെ ഭയങ്കര ബാധ്യതകൾ, പ്രശ്നങ്ങളായി. പിന്നെ വീണ്ടും പറഞ്ഞു, ഞാൻ ചെന്നിട്ട് പറഞ്ഞു, കോംപ്രമൈസ് ഇല്ല എന്ന് പറയല്ലോ കേട്ടോ. ഞാൻ പറയാൻ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമെന്ന് പറയില്ലേ. അങ്ങനെ ഞാൻ അവസാനം വിജയേട്ടനോട് പറഞ്ഞു, വിജയേട്ടാ ഈ കാര്യമൊന്നും ആർക്കും നമ്മൾ തിരിച്ചറിയപ്പെടില്ല, നമുക്കൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഒരു ഇതുകൂടെ ചെയ്യും. നമ്മൾ ഈ സിനിമയിൽ പറയുന്ന മാതിരി പുലിജന്മത്തിൽ ഒരു പൊട്ടംകളി കളിക്കാം. നമുക്കൊരു വേറൊരു ലോജിക്കില്ലാത്ത ഒരു തരത്തിലും മനുഷ്യനായിട്ടുള്ള ബന്ധം വേണ്ട, കലയായിട്ടുള്ള ബന്ധം വേണ്ട, ഒന്നുമില്ല, ഒരു തട്ടിപ്പ് പടം ചെയ്യണം. എന്താ വേണ്ടത് ചോദിച്ചത്. നമുക്ക് ചെയ്യണം. ഈ റെഡിയായിട്ട് വെക്കിരിക്കാൻ സജ്ജായി വിജയൻ്റെ വീട്ടിൽ വന്നിരുന്നു തലേദിവസം, പിറ്റേ ദിവസം. അപ്പോൾ തലേദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗിരീഷിനോട് പറഞ്ഞു, ഗിരീഷാണ് എഴുതാൻ തീരുമാനിക്കുന്നത്. ഞങ്ങളങ്ങനെ ഇപ്പോൾ പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പ്രകാശ് സാർ പറഞ്ഞ ഒരു ഹൊറർ പടം വന്നതന്നെ, യക്ഷിയെ ഞങ്ങൾ വേറെ രീതിയിൽ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഹൊറർ ഫെസ്റ്റിവലിൽ കൂടെ നമ്മുടെ ഒരു പടം വന്നതന്നെ, മറിയാറ്റൂൻ്റെ യക്ഷിയും മറ്റൊരു തരത്തിൽ വായിച്ചെടുക്കാനുള്ളൊരു പരിപാടിയിലായിരുന്നു ഞങ്ങൾ. അപ്പോഴുണ്ട് പിറ്റേ ദിവസം നമുക്ക് അല്ലെങ്കിൽ ജോൺ അബ്രഹാം പുരസ്കാരം കിട്ടി, KG ജോർജ് സാറ് അങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് മാത്രമാണ് പിന്നെ ഒരു ഊർജം അതിൽ വന്നത്. പിന്നെ നോക്കുമ്പോൾ പിറ്റേ ദിവസം TV-യിൽ വിജയൻ്റെ വീട്ടിലിരിക്കുമ്പോൾ TV-യിൽ എഴുതി കാണിക്കണം, പുലിജന്മത്തിന് മികച്ച ചിത്രം. നമ്മളാകെ പെട്ടുപോയി. വീണ്ടും വീണ്ടും വായിച്ചു നോക്കി. കാരണം നമുക്കിതിൻ്റെ നമ്മുടെ റെക്കമെൻഡേഷനോ ഇതൊന്നുമല്ലല്ലോ. ബുദ്ധദേവദാസ് ഗുപ്ത എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കണ്ടു ഇത് ഇതൊന്നല്ലാതെ നമ്മൾക്ക് വേറൊരു കളി അറിയില്ലല്ലോ. സത്യത്തിൽ ആ ഒരു പടം കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയിട്ട് കയ്യിലെ കാഴ്ച കൊടുത്തിട്ട് ചായ കുടിക്കാൻ പറ്റുന്നൊരവസ്ഥ വന്നത്.
ഇതാണ് അവൻ തോറ്റുപോവില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ ഉള്ളിൽ, എൻ്റെയൊക്കെ ഉള്ളിലുള്ളത് ഇതാണ്. നമ്മൾ കൃത്യമായിട്ടുണ്ടാക്കുന്ന മൂല്യബോധത്തോടെ വളർന്ന ഒരു പ്രസ്ഥാനം, അതിലൂടെ വരുന്ന കാര്യങ്ങൾ, മനുഷ്യരായിട്ട് തിയേറ്ററായിട്ടുള്ള ബന്ധം, അത് അന്നും ഇന്നും തമ്മിലുള്ള ബന്ധം, അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ 2 പടം ചെയ്തത് എൻ്റെ മകനാണ്, ക്യാമറ ചെയ്തത് എൻ്റെ മകനാണ്. അപ്പോൾ അവന് ആദ്യത്തെ പടം ചെയ്യുന്ന സമയത്ത് മാത്യു ഉണ്ട്, അവരെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന, അവർ സീനിയറാണ്. പക്ഷെ അവർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അങ്ങനത്തെ ഒരു ആളുകളല്ല. ഞാൻ അവരോട് പറഞ്ഞത്, നമുക്ക് ലൈറ്റ് ഉണ്ടാവില്ല, യൂണിറ്റ് ദബാരി കുരുവിക്കൊന്നും യൂണിറ്റേ ഇല്ല, ഒന്നുമില്ല. പക്ഷെ അതിനെ മറികടക്കണം നിങ്ങൾ എങ്ങനെ മറികടക്കണം? അങ്ങനെ ഓരോ തരത്തിൽ ഏറ്റവും ഇതായിട്ട് നിലനിൽക്കുന്ന മനുഷ്യർ ഉള്ള സംഭവങ്ങൾക്ക് അപ്പുറത്ത് മറികടക്കാനുള്ള കൂട്ടായ്മയുണ്ടല്ലോ, എന്നോട് ഒപ്പം ചേരുന്ന, നമുക്ക് മറ്റെന്തിനേക്കാളപ്പുറത്ത് ഒപ്പം ചേരാനുള്ള ആ സന്നദ്ധത തന്നെയാണ് ഇന്നും എന്നെ കൊണ്ട് സിനിമ എടുപ്പിക്കുന്നത്. ലാഭം ഒരിക്കലും വലിയ ലാഭങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി വരുന്ന ആൾക്കാരല്ല, അങ്ങനെ ഒപ്പം ചേരുന്ന വലിയ മനുഷ്യരാണ്. അല്ലാതെ പ്രിയനന്ദനൻ്റെ കഴിവല്ല. ഇങ്ങനെ എൻ്റെ ഈ ഇച്ഛാശക്തിയിലേക്ക് നിർത്തുന്നത് ഒരുപാട് നമ്മളിലേക്ക് വരുന്ന, ആ ഒരു പ്രത്യാശയിലേക്ക് വരുന്ന ആ മനുഷ്യരാണ് എന്നെ പൂരിപ്പിക്കുന്നത്. ഞാൻ മെട്രോ ഫിലിം സൊസൈറ്റിയോടും ചങ്ങമ്പുഴ പാർക്കിനോടും ഭീമിനോടും ഇവിടെ വന്നു ചേർന്ന സിനിമ വീണ്ടും കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അഭിവാദനങ്ങൾ. സമാപന സമ്മേളനം പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. നന്ദി പ്രകാശനത്തിനായി മെട്രോ ഫിലിം സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ശിവഗോവിന്ദനെ വിളിക്കുന്നതിന് 1 മിനിറ്റ് മുൻപ് ഇപ്പോൾ പുലിജന്മത്തിൻ്റെ നിർമ്മാതാവ് ശ്രീ MG വിജയ് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം വേദിയിൽ പറയാൻ വിട്ടുപോയതാണ്. സമാന്തര സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ചലച്ചിത്ര അല്ലെങ്കിൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തോട് അദ്ദേഹത്തിന് എന്നും കടപ്പാടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സിനിമ, പ്രിയനന്ദനൻ്റെ സിനിമ ഞങ്ങൾ ഇവിടെ എത്തിച്ച മെട്രോ ഫിലിം സൊസൈറ്റി പ്രവർത്തകരോടും അദ്ദേഹത്തിന് നന്ദിയും കടപ്പാടുമുണ്ട് എന്ന് പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാനത് എല്ലാവരെയും അറിയിക്കുന്നു. ശ്രീ ശിവഗോവിന്ദൻ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സിനിമാ സംബന്ധമായ ഒരു ചെറിയ വിശേഷണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കാം. അവാർഡുകൾ വാരിക്കൂട്ടിയ നിർമാല്യം എന്ന MTയുടെ സിനിമ, വലിയ സിനിമ, അതിൻ്റെ നിർമ്മാണ വേളയിൽ, ഷൂട്ടിംഗ് വേളയിൽ ഒപ്പം സഹകാരിയായി നിന്ന ഒരു വ്യക്തിയാണ്. അത് നേരിൽ കണ്ട് ആ സിനിമയുടെ എല്ലാ കാര്യങ്ങളും, ഷൂട്ടിംഗ് അനുഭവങ്ങൾ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ശ്രീ ശിവഗോവിന്ദൻ. അദ്ദേഹത്തെ നന്ദി പ്രകാശനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സുഹൃത്തുക്കളെ, എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നന്ദി പ്രകാശനമാണ്. ഇവിടെ ഈ 5 ദിവസം നീണ്ടുനിന്ന പ്രിയനന്ദൻ ചലച്ചിത്രോത്സവം വളരെ ഭംഗിയായി ഇന്ന് സമാപ്തി കുറിക്കുകയാണ്. ഇന്നത്തെ സിനിമ അടക്കം ജനങ്ങളെ ചിന്തിക്കുന്നതും എന്നാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതുമായ ഒരു സിനിമയാണ് ഇന്നത്തെ സിനിമ. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല, കാരണം നമ്മളുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു, സിനിമ തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇവിടെ ഈ ചലച്ചിത്രോത്സവത്തിന് വേണ്ടി നമ്മളുടെ ഈ ഉദ്യമനത്തിന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ വേദിയിലേക്ക് തന്ന നമ്മളുടെ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ എല്ലാമായ പ്രകാശന് പ്രത്യേകം നന്ദി പറയുന്നു. സ്വാഗതം ആശംസിച്ച TR ജോർജ്, ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മളുടെ മേയർ, മുഖ്യ പ്രഭാഷണം നടത്തിയ CB സാറ്, പിന്നെ അതുകൂടാണ്ട് ആശംസകൾ അർപ്പിച്ച വേണു B നായർ, ഞങ്ങളുടെ കോർഡിനേറ്ററായ P കൃഷ്ണൻ സാറ്, അങ്ങനെ തുടർന്ന് എല്ലാവർക്കും, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും
ഞാൻ എൻ്റെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.